ചേട്ടാ, ഈ റോട്ടിൽ കുളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണോ നടക്കുന്നത്? റോഡിൽ കുളിക്കാൻ ഇറങ്ങിയതാണ്, പ്രതിഷേധമല്ല, കുളിക്കാൻ ഇറങ്ങിയതാണ്. പെരക്കകത്ത് കുളിക്കാൻ ആറ്റിൽ പോയി ഇവിടെ ആറ്റിലെ വെള്ളം ഇവിടുത്തെ വെള്ളം തന്നെ ഇങ്ങോട്ട് വരുന്നപ്പോൾ ഇവിടെ കുളിച്ചെന്നേ ഉള്ളൂ. റോട്ടിലിറങ്ങി കുളിക്കുന്നു. റോഡിൽ കുളിച്ചു. വെള്ളം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും കോടികൾ മുടക്കി ഈ റോഡൊക്കെ പുതുക്കി പണിതല്ലേ? എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങളുടെ വീടിനകത്ത് പാതകത്തെ വെള്ളമാണ്, ചിമ്മിനിക്കകത്ത് പാതകത്തിൻ്റെ മേളിൽ വരെ വെള്ളമാണ്, അടുപ്പിലൊന്നും കത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് നിൽക്കുക. ഈ റോഡ് പുതുക്കി പണിതിട്ടും ഈ വെള്ളക്കെട്ടിനൊരു പ്രശ്നം വരുന്നില്ല. മുൻപുണ്ടായിരുന്ന ഈ പ്രശ്നം മാറാനല്ലേ റോഡ് പുതുക്കി പണിത്? ആ പ്രശ്നം മാറണമെങ്കിൽ AC കനാൽ ക്ലിയർ ചെയ്യണം. അത് പള്ളാത്തുരുത്തി വരെ AC കനാൽ ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ശ്യാമലി, ഈ പലരുടെയും കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് ഈ AC കനാലിന്റെ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അത് മാറ്റിയാൽ ഒരു പക്ഷേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയുന്നത്. ചേട്ടാ, ഈ കനാലിൽ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണോ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? അതെ, ഈ കനാലിന്റെ ഈ ഒന്നാം കരയെന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇത് നേരെ തുറന്ന് പള്ളാത്തുരുത്തിക്ക് വിട്ടാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുകയല്ല. ഇത്ര രൂക്ഷമായ വെള്ളം പൊങ്ങുകയല്ല. വെള്ളം പൊങ്ങുവാണെങ്കിലും ഇത്രയും രൂക്ഷമായിട്ടുള്ള വെള്ളം പൊങ്ങുക. ശരി ശ്യാമിനി, നമ്മൾ അല്പസമയം മുൻപ് ഇവിടെ എത്തിയിരുന്നു രാവിലെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ജലനിരപ്പാണ് ഇപ്പോൾ റോഡിലേക്ക് ഉണ്ടാകുന്നത്. AC കനാൽ കരകവിഞ്ഞ് ഒഴുകിയാണ്. രണ്ട് കരകളിലുമുള്ള വീടുകളിലേക്ക് രൂക്ഷമായി വെള്ളം കയറുന്നുണ്ട്. ആലപ്പുഴ ചങ്ങനാശ്ശേരി ഗതാഗതം സുഗമമാക്കുന്ന ഒരു റോഡാണിത്. 25 കിലോമീറ്ററോളം ഉണ്ട്. ഈ ഒരു റോഡിലാണ് പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത്. നമുക്ക് അറിയാവുന്നതാണ്, ഇന്ന് ചെങ്ങന്നൂർ ഭാഗത്തും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ചെങ്ങന്നൂർ പാണ്ടനാട് ഭാഗത്താണ് ഒരാളുടെ മരണം ഉണ്ടാകുന്നത്. ശിവദാസൻ എന്ന ആളുടെ 45 വയസ്സാണ് അദ്ദേഹത്തിന്. ഇദ്ദേഹം ഇന്നലെ ബൈക്ക് മിത്രമഠം പാലത്തിന് മുകളിൽ ഒഴുകിൽപ്പെടാതിരിക്കുവാൻ വേണ്ടി കയറ്റി വെച്ചതായിരുന്നു. പിന്നീട് തൻ്റെ വീട്ടിൽ വെള്ളം കയറിയപ്പോഴാണ് ഈ ബൈക്കിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ പിന്നീട് ഒരു അപകടം സംഭവിക്കുകയും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുമായിരുന്നു. എത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ കണ്ണൂരുള്ള ഭാര്യയെ വിവരമറിയിക്കുകയും ഭാര്യ പോലീസുമായി ബന്ധപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നും തിരിച്ചറിയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ 7:30 കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ പാണനാട് മിത്രമഠം പാലത്തിന് തൊട്ടടുത്ത് നിന്ന് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഈ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം പലവട്ടം ജനങ്ങൾ പറഞ്ഞിട്ടും അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ആരോപണമെല്ലാം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഏതായാലും ആലപ്പുഴയിൽ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം 2 മരണം എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒപ്പം ഇവിടെ ഇപ്പോൾ അമല് വല്ല ചൂണ്ടയോ മറ്റോ കൊണ്ടുപോകുന്നുണ്ടോ അങ്ങോട്ടേ? കാരണം അദ്ദേഹം ഏതായാലും നനഞ്ഞു, എന്നാൽ കുളിച്ചു കയറാന്നുള്ള ഒരു മൂഡിലാണ് അദ്ദേഹം ഉള്ളത്. നമ്മൾ ആദ്യം പ്രതികരണം എടുത്ത മനുഷ്യൻ്റെ ഓരോ ജീവിത സാഹചര്യം, ആ അവസ്ഥയിൽ ഇനിയിപ്പോൾ ഇതല്ലാതെ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതായാലും വലിയ ഒഴുക്കുണ്ടോ അവിടെ? അങ്ങനെയാണ് 2 മരണങ്ങൾ ഒഴുക്കിൽപ്പെടുക എന്നുള്ളതാണല്ലോ, ഒഴുക്കിൽപ്പെട്ടിരിക്കുക എന്നതാണല്ലോ മനസ്സിലാക്കുന്നത്. അപ്പോൾ വലിയ ഒഴുക്കൊക്കെ ഉണ്ടോ അവിടെ? ഇനി ഈ പറഞ്ഞ പോലെ കുളി മാത്രമല്ല, അവിടെ മീൻപിടുത്തവും മലവീശലൊക്കെ ഉണ്ടോ ഇപ്പോൾ അവിടെ? ശ്യാമിലി, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു സരളമായി കാണുന്നതും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ആലപ്പുഴയിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നത് ജലനിരപ്പ് താരതമ്യേന മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറവെന്നാണ്. പക്ഷേ ഇപ്പോൾ വെള്ളം കൂടുന്നുണ്ട്. നമുക്കത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീടിനുള്ളിലേക്കാണ്. വീടിനുള്ളിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ രാവിലെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ കണങ്കാലിൻ്റെ അടുത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, നമ്മുടെ അരഭാഗത്തിന് മുട്ടുകാലിന് മുകളിലേക്ക് വെള്ളം വന്ന ഒരു സ്ഥിതിയുണ്ട്. വീടിനകത്ത് പോലും സമാന നിലയിൽ തന്നെയുള്ള ഒരു വെള്ളം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.